പിണറായി വിജയൻ 3.0 വരാൻ സാധ്യതയുണ്ടോ എന്നതാണ് ആദ്യ ചോദ്യം. 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം അത് ജനവിരുദ്ധമാണ് എന്ന് നിരവധി പേർ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ കൂടെ ചേർത്ത് പറയുന്നത് ഇനിയും ഒരവസരം ജനങ്ങൾ പിണറായിക്ക് കൊടുക്കും, കാരണം കോൺഗ്രസിനെ അവർ പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതിലാണ് വാസ്തവം കൂടുതലുള്ളത്. കാരണം ഈ പിണറായി വിജയന്റെ സർക്കാരിന്റെ കഴിഞ്ഞൊരു 9 വർഷക്കാലത്ത് 10 കൊല്ലക്കാലത്ത് ഭരണം എന്ന് പറഞ്ഞാൽ ഈ ഭരണത്തിൽ യാതൊരു മികവുമില്ല. ആകെ ഭരണ മികവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തോട് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പം നാഷണൽ ഹൈവേ ഉണ്ട്, ഏകദേശം ഒരു 3 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൽ ചെലവഴിക്കുന്നത്. ആ നാഷണൽ ഹൈവേയുടെ അവിടെ മംഗലാപുരം തുടങ്ങിയിട്ട് ഇവിടെ ഇപ്പുറത്ത് തിരുവനന്തപുരം വരെയുള്ള ഭാഗത്തിൽ എല്ലാ സ്ഥലത്തും നാഷണൽ ഹൈവേ വന്നിട്ടുണ്ടെങ്കിൽ ഈ നാഷണൽ ഹൈവേക്ക് പ്രധാനപ്പെട്ട പങ്കാളിത്തം കേന്ദ്ര സർക്കാരിൻ്റെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം സ്ഥലം ഏറ്റെടുക്കുന്ന കേന്ദ്ര സർക്കാരാണ്, പണം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരാണ്. 100% തുകയും കേന്ദ്ര സർക്കാർ വഹിച്ചുകൊണ്ട് നടത്തുന്ന കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ ഫലപ്രദമായിട്ട് നടപ്പിൽ വരുത്തുന്നു. കേരളത്തിൻ്റെ പദ്ധതികളെ യാതൊന്നുമില്ല. ഇത് കമ്മ്യൂണിസ്റ്റ്, പക്ഷേ ഇതിന് ജനങ്ങൾ താരതമ്യപ്പെടുന്ന പലതരത്തിലാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പലരും ഇതിനു മുമ്പ് ഭരിച്ചിട്ടുണ്ട്. EMS നാട് ഭരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ EK നായനാർ ഭരിച്ചിട്ടുണ്ട്, VS അച്യുതാനന്ദൻ ഭരിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഭരണത്തെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് പലപ്പോഴും മെച്ചം പിണറായി വിജയനാണെന്ന് തോന്നാറുണ്ട് പലരെ സംബന്ധിച്ചും. അതൊന്നാണ്. രണ്ടാമത്തത്, ഇവിടെ ആരെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ള പ്രശ്നമുണ്ട്. കേരളത്തിൽ എങ്ങനെ ആരെ വിശ്വസിക്കുക? കേരളത്തിൽ പിന്നെ വരുന്നത് കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസിനെ പോലെ ഇത്രയും ഒരു ചതഞ്ഞ നേതൃത്വം വേറെ ഏത് പ്രസ്ഥാനത്തിലാണ് ഉള്ളത്? ഇന്നത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പേരെന്ന് പറഞ്ഞു നോക്കിയേ, നമുക്ക് ആലോചിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ പേരാണ്. അദ്ദേഹത്തിന്റെ പടം കണ്ടാൽ പോലും ആർക്കും മനസ്സിലാവില്ല. K മുരളീധരൻ പറഞ്ഞ പോലെ. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് വളരെയധികം മാറിക്കഴിഞ്ഞിരിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കോൺഗ്രസിന് നല്ല സ്വാധീനമുണ്ട്. സാധാരണ പറയാറ്, ഒരു പ്രാവശ്യം ഇടതുപക്ഷം വന്നാൽ പിന്നെ പ്രാവശ്യം വലതുപക്ഷം. അതായിരുന്നു ഒരു കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം. അങ്ങനെയായിരുന്നു. അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ തിരിച്ച് 2ാമതും 3ാമതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പാകത്തിനുള്ള നിർജീവമായിരിക്കുന്ന നേതൃത്വമാണ് കോൺഗ്രസിന് ഉള്ളത്. ഈ നേതൃത്വത്തിന് എങ്ങനെയാണ് ഭരണമേൽപ്പിക്കുക? ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ ഇത് സാധാരണ ഇടയ്ക്കൊരു എന്നോട് ഞാൻ തന്നെ സംസാര മധ്യേ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. ഈ ദേശീയ പാത ഇന്ന് വരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, പണം മുഴുവൻ മുടക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പക്ഷെ മറിച്ച് ഇന്ന് ഭരിക്കുന്നത് ഇടതുപക്ഷത്തിന് പകരം വലതുപക്ഷമായിരുന്നു എന്നിരിക്കട്ടെ, കോൺഗ്രസ് ആയിരുന്നു കേരളം ഭരിച്ചിരുന്നെങ്കിൽ ഈ വികസനം വരില്ല. കാരണം 1986 K കരുണാകരൻ്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഈ പറയുന്ന നാഷണൽ ഹൈവേക്കുള്ള സ്ഥലം അക്വിസിഷൻ തുടങ്ങിയത്. അന്ന് തുടങ്ങിയ പരിപാടി എല്ലാ സ്ഥലത്തും അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സംയുക്തമായിട്ടാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്തും റോഡിന് വികസനം ഉണ്ടായിട്ടില്ല. 1986 തുടങ്ങിയിട്ട് മിക്കവാറും റോഡിൻ്റെ വികസനങ്ങളൊക്കെ സ്ഥലം അക്വയർ ചെയ്യുന്നില്ല എന്നുള്ള മട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ച് പോലും 1 സെന്റ് ഭൂമി പോലും വിൽക്കാൻ സാധിക്കാതെ, ഒരു വീട് പോലും വയ്ക്കാൻ സാധിക്കാതെ സാമ്പത്തികമായ ഞെരുക്കത്തിൽ കേരളത്തിലെ ജനങ്ങളെ എത്തിച്ചത് ഈ 2 പേരും ചേർന്നുകൊണ്ടാണ്. അവിടെയാണ് മാറ്റം വന്നത്. ഇന്നിപ്പോൾ BJP സർക്കാർ കേന്ദ്രത്തിൽ എത്തിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് കേരളം ഭരിക്കുന്നത്. സാധാരണ ആരെ സമരം നടത്തുക? കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇന്നിപ്പോൾ ഒരു സമരത്തിലില്ല. കോൺഗ്രസ് സമരത്തിൽ കഴിവില്ലപ്പ. ഒരു സാധനത്തിന് കൊള്ളാത്ത ഒരു മൊണ്ണ നേതൃത്വമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് അവർക്ക് സമരം ചെയ്യാനും അറിയില്ല, അവർക്ക് ഭരിക്കാനും അറിയില്ല. അവർക്ക് ആകെ സാധിക്കുന്നത് പഴയ കാലത്ത് ഈ 3 ലക്ഷം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് വന്നിരുന്നുവെങ്കിൽ കോൺഗ്രസ്സുകാരും പറയാം, പൈസ ഞങ്ങളെ ഏൽപ്പിച്ചേക്കാൻ പറയും. അങ്ങനെ കോൺഗ്രസ്സുകാരനെ പൈസ ഏൽപ്പിച്ച് ഇവിടുത്തെ ദേശീയപാതയുടെ വികസനത്തിന്റെ പണം ആദ്യം കാലത്ത് കൈപ്പറ്റിയിരുന്നവരാണ് കോൺഗ്രസ്സുകാർ. അന്നാണ് രാജീവ് ഗാന്ധി പറഞ്ഞത്, അവിടെ നിന്ന് 1 രൂപ അയച്ചാൽ ഇവിടെ 15 പൈസ കിട്ടുക എന്നാണ്. എന്ന് വെച്ചാൽ 3 ലക്ഷം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടാൻ പോകുന്ന ഏകദേശം 45,000 കോടി രൂപയിൽ താഴെയാണ് വരിക. ബാക്കി മുഴുവൻ ഇവർ എടുത്ത് പുട്ടടിക്കും. ഇങ്ങനെയുള്ള ഒരു വൻ മോഷ്ടാക്കളുടെ സംഘമായിരുന്നു കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്നത്. ആദ്യകാലത്ത് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഈ മോഷ്ടാക്കളുടെ സംഘത്തിനെ കേരള ജനതയ്ക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധ്യമല്ല. ആ അവിശ്വാസത്തിൻ്റെ പുറത്താണ് സ്വാഭാവികമായിട്ട് സാധ്യത പിണറായി വിജയന് കൽപ്പിക്കുന്നത്. അങ്ങനെയാണ്. പിണറായി വിജയനുള്ള താല്പര്യം കൊണ്ടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം കൊണ്ടല്ല, മറിച്ച് സംഭവിക്കുന്നത് ഇന്ന് ഓൾട്ടർനേറ്റീവ് ഇല്ല. ഈ ഓൾട്ടർനേറ്റീവ് ഇല്ലാത്ത സമയത്ത് നിശ്ചിതമായിട്ടുള്ള 30-40% വോട്ടുകൾ CPM സംബന്ധിച്ചുണ്ട്.
കോൺഗ്രസിന് ഒരു 30% മേലെ വോട്ടുകളുണ്ട്. പക്ഷേ ഈ 30% മേലെ വരുന്ന വോട്ടുകളിൽ 1% വോട്ട് പോലും വർദ്ധിപ്പിക്കാനുള്ള കരുത്ത് കോൺഗ്രസിന് നേതൃത്വത്തെ സംബന്ധിച്ചില്ല. അത്രയ്ക്കും അഴിമതിയുടെ കറവരണ്ട നേതൃത്വമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. ഇപ്പം നമുക്കറിയാവുന്ന അടുത്ത സമയത്ത് അത്യാവശ്യം കഴിവൊക്കെ ഉണ്ടായിരുന്ന ആളാണ് കെ സുധാകരൻ. ഞാൻ അതാണ് സാറിന് ചോദിക്കാൻ വരായിരുന്നു. അതെ. കെ സുധാകരനെ ഈ പുറത്താക്കണം, അദ്ദേഹം പറയുന്നത് താൻ പോലും അറിഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ അത്യാവശ്യം പിന്നെ കോൺഗ്രസിനെ നയിക്കാൻ കഴിവുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു സുധാകരൻ. എന്തിന്റെ പുറത്താണ് ഈ സുധാകരനെ ഈ വെട്ടിമാറ്റൽ നടത്തിയത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്? കേരളത്തിലെ മാത്രമല്ല, ഓൾ ഇന്ത്യ ബേസിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ്. അതിനകത്ത് ഏറ്റവും വലിയ നേതൃത്വം ഇന്ന് കൊടുത്തുകൊണ്ട് കെ.സി. വേണുഗോപാലാണ്. കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്നത് നേരത്തെ പറയുന്ന ഒരു കണ്ണൂർ പൊളിറ്റിക്സിന്റെ ആളാണ്. ഈ കണ്ണൂർ രാഷ്ട്രീയക്കാരനാണ് കെ.സി. വേണുഗോപാൽ. അയാൾക്ക് അവിടെ കണ്ണൂർ മത്സരിക്കാൻ സീറ്റ് കിട്ടൂല. അയാൾ നേരെ ഇവിടെ ആലപ്പുഴയിൽ വന്നിട്ട് മത്സരിച്ചു. എന്നിട്ട് ഈ ആലപ്പുഴക്കാരെ ഗതികേടിലാക്കുന്ന ആളാണ് കെ.സി. വേണുഗോപാൽ. ആ വേണുഗോപാലിന് കേരളത്തിന് മുഖ്യമന്ത്രിയാവണം. ആ മുഖ്യമന്ത്രിയാവണമെന്ന് ഈ മറ്റു ഒരു കണ്ണുകാരനെ വച്ചുപുറപ്പിക്കാൻ സാധ്യമല്ല. അവിടെ കെ സുധാകരനെ പുറത്താക്കണം. പകരം അയാൾക്ക് വേണ്ടാത്ത, അത്യാവശ്യം കഴിവില്ല എന്ന് ഉറപ്പുള്ള ഒരു പഴയ ജില്ലാ പ്രസിഡന്റിനെ കോൺഗ്രസിന് DCC പ്രസിഡന്റിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷനാക്കി. എന്ന് വെച്ചാൽ അയാൾ കെ.സി. വേണുഗോപാലിനെ എറാൻ മൂടുന്ന ആളാണ്. അങ്ങനെ എറാൻ മൂളികളായിരിക്കുന്ന ആളുകളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് തനിക്ക് മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമെന്ന് പരിശ്രമിക്കുന്ന ആളാണ് കെ.സി. വേണുഗോപാൽ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു തികച്ചും കേരള വിരുദ്ധമാണ് കെ.സി. വേണുഗോപാലിന്റെ നടപടികൾ. കെ.സി. വേണുഗോപാലിന് അദ്ദേഹം MP ആയിരുന്നു. ഏകദേശം ഒരു 10 കൊല്ലത്തോളം അദ്ദേഹം MP ആയിരുന്നു. കേരളത്തിൽ മന്ത്രിയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. ഈ പറയുന്ന മനുഷ്യന് കഴിവുണ്ടെന്ന് കേരളത്തിൽ ആരും പറയില്ല. ഒരു നിർജീവമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് കെ.സി. വേണുഗോപാലിൻ്റെ ഉള്ളത്. കെ.സി. വേണുഗോപാൽ ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ AICCയുടെ സംഘടനാ സെക്രട്ടറിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ AICCയുടെ സംഘടനാ സെക്രട്ടറി പണി എന്താ ഉള്ളത്? അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ ഏറാൻ മൂടുന്നൊരു പണിയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത്. ഇദ്ദേഹമാണ് വല്ലപ്പോഴും രാഹുൽ ഗാന്ധിക്ക് ചില മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് അവിടെ തുർക്കിയിൽ ആസ്ഥാനം തുടങ്ങിയിരിക്കുന്ന ഈ കൂട്ടരാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ തുർക്കിയിലെ ഒരു ആസ്ഥാനം ഉള്ളത്. കാരണം ഇന്ത്യയിൽ ആസ്ഥാനം പറ്റൂലല്ലോ. ഇന്ത്യയിൽ ആസ്ഥാനം പറ്റാത്തതുകൊണ്ട് കോൺഗ്രസിന്റെ ആസ്ഥാനമുള്ളത് ഇന്ന് തുർക്കിയിലാണ്. ഈ തുർക്കിയുടെ പ്രത്യേകത എന്താ? ഇപ്പൊ രാഹുൽ ഗാന്ധി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവിടെ എത്ര പ്ലെയിൻ തകർന്നു വീണു, അതിന്റെ കണക്ക് പറ. ഈ കണക്ക് ഇയാൾക്ക് എന്തിനാ ആവശ്യം എന്നറിയാമോ? ഇയാൾക്ക് ഈ കണക്ക് അവിടെ തുർക്കിയിൽ അറിയിക്കണം. അവിടെ തുർക്കിയിൽ ആസ്ഥാനത്ത് അറിയിക്കണം. ആ ഒരു കണ്ടീഷനിലാണ് ഓഫീസുകൾ തുറന്നിരിക്കുന്നത്. ഇതിന്റെ പിണിയാളായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കെ.സി. വേണുഗോപാൽ. ഈ വേണുഗോപാലിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു മോഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ KPCC പ്രസിഡന്റ് തീരുമാനിച്ചത്. കെ സുധാകരനെ വെട്ടി മാറ്റിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു സാമുദായിക ഇക്വേഷൻ അതിന്റെ പിന്നിലില്ല. കാര്യം സുധാകരൻ പ്രവർത്തിക്കുന്നത് എൻ്റെ സമുദായം ഏത് സമുദായമാണ്? VD സതീശൻ്റെ സമുദായം ഏതാണ്? കെ.സി. വേണുഗോപാൽ സമുദായം ഏതാണ്? ഇപ്പോഴത്തെ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ എനിക്കയാൾ പേര് പോലും കിട്ടുന്നില്ല കേട്ടോ. സണ്ണി ജോസഫ്. ഏതൊരു ജോസഫ് എന്ന് വിചാരിച്ചാൽ മതി. ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് കണ്ടെത്തുന്നത് ഈ പറയുന്ന പാലായിൽ നിന്ന് പോയിട്ടുള്ള കുടിയേറ്റക്കാരനെയാണ് കണ്ടെത്തുന്നത്. ഇങ്ങനെ കോൺഗ്രസ് അധപ്പതിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള സാധ്യത അല്പമെങ്കിലും കെട്ടുറപ്പുള്ള ഒരു പിടി വോട്ടുകൾ സ്വന്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഭാവിക സാധ്യതയുണ്ട്. അവർക്കൊരു 30-40% വരേക്ക് വോട്ട് അവർക്ക് ലഭിക്കുകയാണെങ്കിൽ സംശയം വേണ്ട, കേരളത്തിൽ വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരും. അത് പിണറായി വിജയന്റെ കഴിവിന്റെ കരുത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് കോൺഗ്രസിന്റെ കൊള്ളരുതായ്മ കൊണ്ടാണ്. കെ.സി. വേണുഗോപാലിനെ പോലുള്ള ആളുകൾ കോൺഗ്രസ്സിൽ ഉണ്ടായതിൻ്റെ പേരിലാണ്. ഈ തരത്തിൽ കഴിവുകെട്ട ആളുകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു സംശയവുമില്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർ ഭരണത്തിലുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്.